ഒരനാഥ മയ്യത്ത് നമ്മൾ ഏറ്റെടുത്തു. ആ അനാഥ മയ്യത്ത് ഏറ്റെടുത്ത് മറവ് ചെയ്തപ്പോൾ അവരുടെ കുടുംബമാണെന്ന് പറഞ്ഞ് 3 ടീമാണ് നമ്മെ സമീപിച്ചത്. ഒരു ടീം പറഞ്ഞു അത് നമ്മുടെ ഫാദറാണ്. അവരോട് വരാൻ പറഞ്ഞു. മറവ് ചെയ്ത സ്ഥലം കാണിച്ചൊന്നു കൊടുത്തു. ആ സ്ഥലം സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്നവരോട് പറയേണ്ടായി. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ ഫാദർ പോയിട്ട് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? അങ്ങനെ അവർക്ക് കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ തിരിച്ചുപോയി. അതേ ആൾക്ക് വേണ്ടി തന്നെ രണ്ടാമത്തെ ഒരു ടീമും വിളിക്കുകയാണ്, നിങ്ങൾ മറവ് ചെയ്തത് നമ്മുടെ ഫാദറാണ്. അപ്പോൾ അവരോടും നമ്മൾ വരാൻ പറഞ്ഞു. മറവ് ചെയ്ത സ്ഥലം കാണിച്ചു കൊടുക്കുകയുണ്ടായി. മൂന്നാമത്തെ ഒരു ടീം വന്നു. അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ മറവ് ചെയ്ത് നമ്മുടെ ഭാപ്പയാണ്. എല്ലാ എൻക്വയറിയും നടത്തി. ആ സമയത്തൊന്നും ഈ ബന്ധുക്കൾ എന്ന് പറയുന്നവർ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ വന്നിട്ടില്ല. അതോടൊപ്പം ഇവരോട് അന്വേഷിച്ചപ്പോൾ 15 വർഷത്തിലേറെയായി അവരുടെ ഫാദർ അവരെ വിട്ടേച്ചു പോയി അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട്. അവസാനം അവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. നിങ്ങളുടെ ഫാദറിനെ നമ്മൾ മറവ് ചെയ്തിട്ടില്ല, നമ്മൾ അനാഥ മയ്യത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും പേപ്പർ സാന്ത്വനത്തിലേക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നമുക്കതിൽ യാതൊരു പരിഭവവും വിഷയത്തിലില്ല. അപ്പോൾ ഉടനെ അവർ നല്ല സ്വകാര്യമായി വന്ന് പറയുകയാണ്, നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാനൊന്നുമില്ല, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ബാപ്പൻ്റെ പേരിൽ, ഫാദറിൻ്റെ പേരിൽ വാങ്ങിത്തന്നാൽ മതി.